ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന നല്ലൊരു പാൻ കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബനാന പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാളയംതോടൻ പഴമോ ചെറുപഴമോ അതൊക്കെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ പഴം എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇതുപോലെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ആ പഴത്തിൻ്റെ നല്ലൊരു മധുരവും ടേസ്റ്റും ഒക്കെ നമുക്കിതിനു വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പഴം നന്നായിട്ട് നിറച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ നരച്ചെടുക്കണം. ഫസ്റ്റിലേ നമ്മൾ ചെറുതായിട്ട് നരച്ചെടുത്താൽ മാത്രമേ ആ ചെറിയ ചെറിയ കട്ടയൊക്കെ അങ്ങ് പോയി കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ പഴം മാത്രം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബാക്കി ചേരുവകളും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദാമാവാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് മൈദാമാവ് ചേർക്കുന്നത്. ഈ മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും പ്രശ്നമില്ല. ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ് കഴിക്കുന്നതെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിങ്ങനെ എടുത്ത് കാണിക്കുക, അത് നമുക്കറിയാമല്ലോ. ഗോതമ്പ് പൊടി എന്ത് ചെയ്താലും ആ ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ മൈദാമാവാണ് ചേർക്കുന്നത് 1.5 കപ്പ് അളവിൽ. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 125 ഗ്രാമാണ്. അങ്ങനെ 1.5 കപ്പ് അളവിലാണ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത്. മാവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടയിൽ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം മുട്ട വലുതായിട്ട് ഇഷ്ടമില്ല, മുട്ടയുടെ മണവും ടേസ്റ്റൊന്നും വലുതായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മുട്ടയും ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മുട്ട ചേർക്കാൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിൽ 1 മുട്ടയെങ്കിലും നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കണം. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 2ഉം ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ മുട്ടയുടെ ഫ്ലേവർ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടിയാണ്. അപ്പോൾ ഈ വാനില എസൻസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടിയാണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, ആ ബേക്കിംഗ് പൗഡർ തന്നെയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. എങ്കിൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒരല്പം ബേക്കിംഗ് പൗഡർ കൂടി നമ്മൾ ചേർത്തേക്കണം. പാൻ കേക്ക് എന്ന് പറയുമ്പോഴേ ഒരല്പം മധുരത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ശർക്കരയും ചെറിയ അളവിൽ മതി, കാരണം നമ്മളിതിലേക്ക് പഴം ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ ആ പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പാലും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പാല് ചേർക്കുന്നത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മളിതിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കട്ടി വേണമെന്ന്. ആ കട്ടിക്ക് അനുസരിച്ചിട്ട് മാത്രമേ പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയും കുറച്ചുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1/4 കപ്പ് അളവിലെ പാല് ചേർത്തിട്ടുള്ളൂ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലേ നമ്മൾ ഈ പഴം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിൻ്റെ പേരിലാണ് കട്ടയൊന്നും കിട്ടാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടുന്നത്. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെയാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റണം. എന്നാൽ ശരി, പെട്ടെന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടിപ്പോകണ്ട, ചെറിയൊരളവിൽ മാത്രം നമ്മൾ ഉപ്പിലേക്ക് ചേർത്താൽ മതിയാവും. കാരണം ഇതിപ്പോൾ ചെറിയൊരു മധുരമായതിൻ്റെ പേരിൽ ഉപ്പ് കൂടിപ്പോയാൽ അത്രയ്ക്ക് ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇത് എന്തുമാത്രം കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടതെന്ന്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. അല്പം പോലും കട്ടയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം. ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ബാറ്ററൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വേണം. ഒരുപാട് വെള്ളമായി പോകരുത്. ഒരുപാട് വെള്ളമായി പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് വെന്ത് കിട്ടാനായിട്ട് വീണ്ടും കുറേ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈയിങ് പാനിൽ വെച്ച് നല്ലതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു ഫ്രൈയിങ് പാനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ദോശത്തവ വേണ്ടില്ല, ദോശത്തവയിലും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇരുമ്പിൻ്റെ ദോശത്തവയിൽ തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കടായി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡിസൈനായിട്ടുള്ള എന്തെങ്കിലും ഫ്രൈയിങ് പാൻ ഉണ്ടെങ്കിൽ അതിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് നമ്മുടെ പാനെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ കുട്ടി കുട്ടി പീസായിട്ടാണ് അങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ, അങ്ങനത്തെ പാൻകേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കുറച്ച് മാവ് ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ഹോൾസൊക്കെ വീണിട്ടാണ് നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹോൾസൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബട്ടറിൽ തയ്യാറാക്കുമ്പോഴാണ് പാൻകേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം കുറച്ച് ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ദോശത്തവയിൽ നമ്മളൊരല്പം എണ്ണയ്ക്ക് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതുപോലെ ഒരല്പം എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് ഒഴിക്കേണ്ടത്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ കൂടി വെച്ച് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരല്പം ബട്ടറൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട്, നമ്മളിത് കാണും പോലെ അല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ പാൻകേക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ ഒരു ദോശയുടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത്രയൊന്നും ഉണ്ടാവില്ല, നല്ല ലൈറ്റായിട്ടാണ് ഉണ്ടാകുന്നത്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. രണ്ട് സൈഡും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്ക് ആയിരിക്കും എന്ന്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ബനാന പാൻകേക്ക് എന്ന് പറയുന്നത്. ആ കേക്ക് പോലെ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേനൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓണിയൻ ചട്നി ഉണ്ടെങ്കിൽ അതും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഓണിയൻ ചട്നി ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ആ ചട്നി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. വീട്ടിലപ്പോൾ പഴം ബാക്കി ഇരിപ്പുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിലോ പഴം വാങ്ങുമ്പോഴൊക്കെ ഒന്ന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.